ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കറി. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയ മുട്ട തോല് കളഞ്ഞ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുട്ട ഇതേ രീതിയിലായി കഴിഞ്ഞാൽ പാനിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുക. ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂണും പിന്നെ 4 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്നായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇവിടെ ഞാൻ മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് കളറ് മാറി വരുമ്പം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടിൻ്റെ അളവ് കൂട്ടാട്ടോ. എൻ്റെ കയ്യിലുള്ള മുളക് പൊടി ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മസാലേൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഗരം മസാല അത്രയും ചേർത്ത് വീണ്ടും ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തക്കാളി വേവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ചൂടുള്ള വെള്ളം ചേർക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 പാലാണ്. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് തിളയ്ക്കരുത്. ഒന്ന് തിള വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഫസ്റ്റും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.